നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളാണ്. BEd MCQ ഓൺലൈൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമാണ്. ഒരു ചോദ്യങ്ങൾ പോലും കയ്യിൽ നിന്ന് ഇട്ട ചോദ്യങ്ങളല്ല. അപ്പോൾ ആ ഗൗരവത്തോടു കൂടി തന്നെ പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് BEd MCQ ഓൺലൈൻ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ദ കരിക്കുലം ദാറ്റ് പ്രൊവൈഡ്സ് നോളജ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ഫണ്ടമെന്റൽ ടു ഓൾ ലേണേഴ്സ്. എല്ലാ ലേണേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ് ഏത് കരിക്കുലം? എല്ലാ ലേണേഴ്സിനും വേണ്ടിയിട്ടുള്ള കരിക്കുലത്തെ വിളിക്കുന്ന പേരെന്താണ് എന്നതാണ് ചോദ്യം. ഫണ്ടമെന്റൽ, എല്ലാവരും പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ EDU14 എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പേപ്പറാണ്, ഫണ്ടമെന്റൽ ആണ്. അതിനെ വിളിക്കുന്നത് കോർ കരിക്കുലം എന്നാണ്. കോർ കരിക്കുലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് എന്നാണ്. ഹിഡൻ കരിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ്? ഹിഡൻ കരിക്കുലർ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇതിനെ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അൺറിട്ടൺ കരിക്കുലം. സ്പൈറൽ കരിക്കുലം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? സ്പൈറൽ കരിക്കുലം ബ്രൂണറിന്റെ അപ്രോച്ച് ആണ്. അതിന്റെ മറ്റൊരു പേരാണ് കോൺസെൻട്രിക് അപ്രോച്ച്. അപ്പോൾ കരിക്കുലം എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ് ഏത്? കോർ കരിക്കുലം. എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ് കോർ കരിക്കുലം. ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കോമൺലി യൂസ്ഡ് ടീച്ചിങ് എയ്ഡ് ടു ഡെവലപ്പ് സ്പേസ് സെൻസ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിനകത്ത് രണ്ട് തരത്തിലുള്ള സെൻസസ് ആണ് നമുക്കുള്ളത്, പ്ലേസ് സെൻസും ടൈം സെൻസും. അപ്പോൾ ഇത് രണ്ടും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ പ്ലേസ് സെൻസ് വർദ്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? സ്ഥലകാലബോധം വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്ലേസ് സെൻസ് വർദ്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ഗ്ലോബും മാപ്പും ആണ്. അപ്പോൾ ഗ്ലോബും മാപ്പും ഒക്കെയാണ് സ്ഥലകാലബോധം വർദ്ധിപ്പിക്കുന്നത്. ഇനി മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് ഗ്ലോബ് ആണ്. എർത്തിന്റെ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഗ്ലോബ് ആണ്. ഇനി മാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ് ആണ് മാപ്പ്. 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ് ഗ്ലോബ് എന്ന് പറയുന്നത്. മാപ്പിനെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി. ഓക്കെ, മാപ്പ് നിർമ്മിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. ഓക്കെ, അപ്പോൾ മാപ്പ്, ഗ്ലോബ്, അതുപോലെ തന്നെ അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ മാപ്പുകളുടെ കൂട്ടമാണ്. അറ്റ്ലസ്, മാപ്പ്, ഗ്ലോബ് ഇതെല്ലാം പ്ലേസ് സെൻസ് ആണ് കുട്ടിയിൽ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പ്ലേസ് സെൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലേസ് സെൻസും ടൈം സെൻസും ഓർത്തിരിക്കണം. അടുത്ത വീണ്ടും ഗ്രേഡിംഗിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഗ്രേഡിംഗ് സ്റ്റുഡൻസ് ആസ് മാസ്റ്റേഴ്സ് ഓർ പാസേഴ്സ് എന്ന് കുട്ടികളെ ഗ്രേഡ് ചെയ്യുന്നത് ഏത് ഗ്രേഡിംഗിലാണ്? മാസ്റ്ററി ഗ്രേഡിംഗിലാണ്. ഇത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർത്തു വെച്ചേക്കുക. മാസ്റ്ററി ഗ്രേഡിംഗിൽ കുട്ടികളെ മാസ്റ്റർ, പാസേഴ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു. അടുത്തൊരു ചോദ്യം, എ മെത്തേഡ് ഓഫ് ഓർഗനൈസിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റി ദാറ്റ് മേക്സ് സ്റ്റുഡൻറ് ടു ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റീവ് ആയിട്ട് പഠിക്കാനുള്ള ടെക്നിക്ക് ഏതാണ്? കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണ് എന്നാണ് ചോദ്യം. കോപ്പറേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ജിക്സോ ടെക്നിക്ക് ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് കൊണ്ടുവന്നത് ആരാണ്? എലിയോട്ട് അരോൺസൺ ആണ് കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടീച്ചിങ് എയ്ഡ് ടു ടീച്ച് ഓൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ കുറിച്ച് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഏത് ഉപയോഗിക്കാം? അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളതിനെ ലെസ് ഡേഞ്ചറസ് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് സിമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നു, കൃത്രിമമായത് സിമുലേഷൻ, കൃത്രിമമായ ഒരു വീഡിയോ, റിയൽ ആയിട്ടുള്ളതിന്റെ റിപ്ലിക്ക, റിയൽ വേൾഡ് എക്സ്പീരിയൻസിന്റെ റിപ്ലിക്കയാണ് എന്തെന്ന് പറയുന്നത്? സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് വളരെ
ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ ലെസ് ഡേഞ്ചറസ് ആയിട്ട് അവതരിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമുലേഷൻസ് ഉപയോഗിക്കാം. സിമുലേഷൻസിനകത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. 3D, അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈ പറയുന്ന സിമുലേഷൻസ് ആണ്. അപ്പോൾ ഇത് ജനറൽ പേപ്പറിലും ഓപ്ഷണലിലും ചോദിക്കാറുണ്ട്. സിമുലേഷൻ യഥാർത്ഥത്തിലുള്ളതിന്റെ കൃത്രിമമായ രൂപത്തിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അറ്റോമിക് എനർജി, ബോംബ് ബ്ലാസ്റ്റ്, അല്ലെങ്കിൽ ഓൾക്കാനിക് ഇറപ്ഷൻ, സുനാമി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി റിയൽ ലൈക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്തിലൂടെ കൊടുക്കാൻ പറ്റും? സിമുലേഷനിലൂടെ കൊടുക്കാൻ പറ്റും എന്നതാണ്. അടുത്തൊരു ചോദ്യം, വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ടേക്കിംഗ് സ്കൂൾ ടു കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി ടു സ്കൂൾ, ഇത് പലതവണ ചോദിക്കുന്നതാണ്. അപ്പോൾ സ്കൂളിനെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇറക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്കൂളിനെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇറക്കാൻ നമുക്ക് ഫീൽഡ് ട്രിപ്പുകൾ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്കർഷൻസ് കൊടുക്കാം. എക്സ്കർഷൻ ഓർ ഫീൽഡ് ട്രിപ്പ്, അല്ലെങ്കിൽ ടൂറ്, ഓക്കെ, ടൂറുകൾ, അല്ലെങ്കിൽ ക്യാമ്പുകൾ, ഔട്ട്സൈഡ് ക്യാമ്പുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്കൂൾ ടു കമ്മ്യൂണിറ്റി, ഓക്കെ, സ്കൂളിനെ കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളൊക്കെ കൊടുക്കാം. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഔട്ട്സൈഡ് ക്യാമ്പുകൾ, എക്സ്കർഷൻ, ടൂറുകൾ, ഫീൽഡ് ട്രിപ്പുകൾ, ഇതെല്ലാം എന്ത് തന്നെയാണ്? സ്കൂൾ ടു കമ്മ്യൂണിറ്റി, സ്കൂളിനെ കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത് മറ്റൊരു ചോദ്യം, മിഡ് നൈറ്റ് സ്പീച്ച് ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 14 അർദ്ധരാത്രി പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിനെ വിളിക്കുന്ന പേര് എന്താണ്? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം. അപ്പൊ ഈ പ്രസംഗത്തിനെ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? അത് റോൾ പ്ലേ മെത്തേഡ് ആണ്. റോൾ പ്ലേ മെത്തേഡ് ആണ് ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ, റോൾ പ്ലേ മെത്തേഡ്. വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് റോൾ പ്ലേ മെത്തേഡ് ആണ്. റോൾ പ്ലേ മെത്തേഡ് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിക്കാം. JL മൊറീനോ കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് റോൾ പ്ലേ മെത്തേഡ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ത്രെറ്റ് ടു ദ സ്പിരിറ്റ് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ. ഇത് ജനറൽ പേപ്പറിലും ഓപ്ഷണലിലും ചോദിക്കാറുണ്ട്. നാഷണൽ ഇന്റഗ്രേഷന് ത്രെറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ത്രെറ്റ് എന്താണ്? നാഷണൽ ഇന്റഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെറ്റ് അല്ലെങ്കിൽ വെല്ലുവിളി, ചലഞ്ച് എന്താണ്? നാഷണൽ ഇന്റഗ്രേഷന്റെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അൺഎംപ്ലോയ്മെന്റ്, കമ്മ്യൂണൽ റൈറ്റ്, റിസർവേഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കമ്മ്യൂണൽ റൈറ്റ് ആണ്. വർഗീയ കലാപങ്ങൾ എന്ത് തന്നെയാണ്? നാഷണൽ യൂണിറ്റിക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അശോക ദ ഗ്രേറ്റ്, അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കുട്ടികളിൽ അത് ആ കൺസെപ്റ്റ് ട്രാൻസാക്ട് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കലിംഗ യുദ്ധത്തെക്കുറിച്ചൊക്കെ കഥ പോലെ പറഞ്ഞു കൊടുക്കാം. കലിംഗ യുദ്ധം നടത്തുന്നു, അതിനുശേഷം അശോകൻ ബുദ്ധമതം സ്വീകരിക്കുന്നു, അതിനുശേഷം അശോകൻ ധമ്മ നയം രൂപീകരിച്ച കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ പോലെ കൊച്ചുകുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡാണ്, ഒരു ലേണർ സെൻട്രിക് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രൈമറി ലെവൽ ക്ലാസ് റൂംസിലാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ലേണർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ ഡിഡാക്ടിക് നേച്ചർ ഉള്ള ഒരു മെത്തേഡാണ്. അതായത് ഡിഡാക്ടിക് എന്ന് പറയുമ്പോൾ വാല്യൂസ്, മൂല്യങ്ങൾ നമുക്ക് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അശോകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ഇത് തന്നെയാണ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. കഥകളിലൂടെ അശോകന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാം. ബുക്സ് ആൻഡ് റെക്കോർഡ്സും പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റിസർച്ച് ഏതാണ്? അത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്കറിയാം, അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ അതിനകത്ത് ബുക്കും റെക്കോർഡ്സും ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പ്രൈമറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, എ ലേണിംഗ് ആക്ടിവിറ്റി ദാറ്റ് പ്രൊമോട്ട് നാഷണൽ ഇന്റഗ്രേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നു. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നാഷണൽ ഇന്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ആക്ടിവിറ്റി കൊടുക്കാം? സെലിബ്രേഷൻ ഓഫ് നാഷണൽ ഡേയ്സ്, നാഷണൽ ലീഡേഴ്സിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ നാഷണൽ ഇവന്റുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ ഇന്റഗ്രേഷൻ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അടുത്തൊരു ചോദ്യം, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു, കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ഹൈലൈറ്റിംഗ് ദ റെസിപ്രോസിറ്റി ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാൻ ആൻഡ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ടു ടീച്ച് ദ കണ്ടന്റ്സ്
ഹൈലൈറ്റിംഗ് ദ റെസിപ്രോസിറ്റി ഓർ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് സൊസൈറ്റി. മാൻ ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ അതിനെയാണ് സോഷ്യൽ സയൻസ് ടീച്ചറിന്റെ പ്രാധാന്യം. ഇനി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഓഫ് കേരള അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഏത് മെത്തേഡ് ഉപയോഗിക്കണം? വിർച്വൽ ടൂർ അല്ലെങ്കിൽ വിർച്വൽ ടൂറിനുള്ള സങ്കേതങ്ങൾ നമ്മുടെ നെറ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വിർച്വൽ ടൂറാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കണ്ടക്ട് എ വിർച്വൽ ഫീൽഡ് ട്രിപ്പ് ത്രൂ ദീസ് പ്ലേസസ്. വിർച്വൽ ടൂറുകൾ നമുക്ക് കൊടുക്കാം കുട്ടികൾക്ക്. നേഷൻ ബിൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? നാഷണൽ ഇന്റഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്താണെന്നാണ് ചോദ്യം. റീജിയണലിസം ഒരു പ്രശ്നമാണ്, ലിംഗ്വിസം ഒരു പ്രശ്നമാണ്, ഫാനറ്റിസിസം മതവാദം ഒരു പ്രശ്നമാണ്. എന്നാൽ പ്രശ്നമല്ലാത്തത് മതേതരത്വം ആണ്. മതേതരത്വം എന്നാണ് മലയാളം. മതേതരത്വം എല്ലാ മതങ്ങളോടുമുള്ള സഹിഷ്ണുത. മതേതരത്വം എന്ന ആശയം എപ്പോഴാണ് കൂട്ടിച്ചേർത്തത്? 1976 42nd അമെൻമെന്റിലാണ് എന്ത് ചെയ്തത്? മതേതരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, 42nd അമെൻമെന്റ് മതേതരത്വം കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ മതേതരത്വത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാഷണൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റും. കോർ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ കോർ എന്താണ്? മാൻ ആൻഡ് സൊസൈറ്റി. റിപ്പീറ്റഡ് ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത് മാൻ ആൻഡ് സൊസൈറ്റി എന്നതാണ്. മാനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം. വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നതിനെയാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. അത് ഏത് കൺസെപ്റ്റാണ്? ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, വസുദൈവ കുടുംബകം. ഇനി പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആരുടെ കൺസെപ്റ്റ് ആണ്? അത് പൗലോ ഫ്രെയറിന്റെ കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ കൺസെന്റൈസേഷൻ ബോധവൽക്കരണം, കൺസെന്റൈസേഷൻ. ക്രിട്ടിക്കൽ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, കൾച്ചർ ഓഫ് സൈലൻസ്, കൾച്ചർ ഓഫ് ഫ്രീഡം, ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതെല്ലാം ആരുടെ കൺസെപ്റ്റ് തന്നെയാണ്? പൗലോ ഫ്രെയറിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ കൺസെന്റൈസേഷൻ, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, കൺസെന്റൈസേഷൻ, ക്രിട്ടിക്കൽ പെഡഗോജി, കൾച്ചർ ഓഫ് ഫ്രീഡം, കൾച്ചർ ഓഫ് സൈലൻസ്, ഇതെല്ലാം ആരുടെ കൺസെപ്റ്റ് തന്നെയാണ്? പൗലോ ഫ്രെയറിന്റെ കൺസെപ്റ്റ് ആണ്. അദ്ദേഹം ഒരു ബ്രസീലിയൻ എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. അടുത്തൊരു ചോദ്യം, ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പീസ്ഫുൾ കോപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രോൾസ് ആൻഡ് പ്രോസ്പെരിറ്റി ഹ്യൂമാനിറ്റി. അപ്പോൾ പീസ്ഫുൾ കോപ്പറേഷൻ അമംഗ് വേൾഡ് കൺട്രീസ്, ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വത്തിനാണ് എന്ത് പ്രാധാന്യം നൽകുന്നത്? ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, സപ്പോസ് ദർ ഈസ് എ നിയോലിത്തിക് സൈറ്റ് നിയർ ടു യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിനടുത്ത് ഒരു നിയോലിത്തിക് സൈറ്റ് ഉണ്ട്. ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഏത് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുക? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കും? അപ്പോൾ ഇവിടെ കുറച്ച് ഡൗട്ടാണ് ഈ ചോദ്യങ്ങൾ. സ്റ്റഡി ടൂർ, ഫീൽഡ് ട്രിപ്പ്, കാഷ്വൽ ഔട്ടിങ്, ഡേ ടൂർ, ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് പഠന ഉദ്ദേശത്തോടു കൂടിയാണ്, ലേണിംഗ് പർപ്പസോട് കൂടിയിട്ടുള്ള യാത്രകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ലേണിംഗ് പർപ്പസ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഫീൽഡ് ട്രിപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഔട്ടിങ്ങിനെ വിളിക്കുന്ന പേര് ഫീൽഡ് ട്രിപ്പ് എന്നാണ്. ഓക്കെ, ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ ഫീൽഡ് ട്രിപ്പിലൂടെ കുട്ടികൾക്ക് ഡയറക്റ്റ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നു, കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫീൽഡ് ട്രിപ്പ് ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂട്ടുകാർ ഓർത്ത് വച്ചിരിക്കണം. ഇനി മറ്റൊരു ചോദ്യം, നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണലിസം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ സ്വായത്തമാക്കുക, സ്വന്തം രാജ്യത്തോടുള്ള കൃത്യമായ ബഹുമാനവും ഒരു ഒത്തൊരുമയുമാണ് നാഷണലിസം എന്ന് പറയുന്നത്. നാഷണലിസത്തിന്റെ പിതാവാണ് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണലിസത്തിന്റെ പിതാവാണ് സുരേന്ദ്രനാഥ് ബാനർജി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നാഷണലിസത്തിന്റെ പിതാവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നു. ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും, കേരള യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ എക്സാമിൻ്റെ എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും പരിശീലിക്കാം. അതിനോടൊപ്പം തന്നെ റെലവൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങും ഓപ്ഷണൽ പേപ്പറിൻ്റെ പ്രീവിയസ് എക്സാം പോളുകളും അല്ലെങ്കിൽ എക്സാം പ്രാക്ടീസ്